Hello, Makkali. Welcome to the channel. Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my husband Vasu. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ண போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். കണ്ടില്ലേ, ദേശം ഉണർന്നു. ബിവറേജിൽ ഇപ്പോ സൽസ സ്റ്റോർ, അയ്യോ, സൽസമുക്ക് ദേശക്കാർക്കൊരു വിഷയമേ അല്ലാതെ. പിന്നെ വാസുവേട്ടൻ ദേശക്കാരുടെ സ്റ്റാറായി. Well done, Vasu. ദേശം ഒന്നാകെ പറഞ്ഞു, വെൽ ഡൺ വാസുവേട്ട, വെൽ ഡൺ. സഹിക്കാൻ പറ്റില്ല കേട്ടോ. കുഞ്ഞിരാമന്റെ പാസിലാണ് അയാളെ ചുളുവിൽ ഗോളടിച്ചത്. എന്നാലും സൽസ വന്നില്ലടാ. അതുപോലെ എന്നാലും അവന്റെ കല്യാണം മുടങ്ങിയില്ലേ, ഭയങ്കര വിഷമായി പോയി. ശരി തന്നെ, സഹിക്കാൻ പറ്റുന്നില്ല. ഉഗ്രനൊരു സദ്യ അല്ലടോ തൊലഞ്ഞ്. അങ്ങനെയാണെങ്കിൽ വിഷമിക്കണ്ട. നമ്മൾ അംസാജിന്റെ മോന്റെ കല്യാണം ഉണ്ട് അടുത്ത ആഴ്ച. ആട് ബിരിയാണി എന്നാ കേട്ട്. കുഞ്ഞിരാമന്റെ സദ്യ മുടങ്ങിയ വിഷമം അനക്കും നമ്മക്കോ അവിടെ തീർക്കാം. എന്തേ വിളിച്ചോ. നെടുത്തുള്ളി നല്ല എരിയുണ്ട്. പ്രിയമുള്ളവരെ, ദേശം പഞ്ചായത്ത് കിണറിന് സമീപം താമസിക്കുന്ന പരേതനായ ചെറിയ കടത്തിന് അയമു എന്നിവരുടെ മകൻ ഹംസഹാജി എന്നിവര് ഇന്ന് ஐயோ, அங்கதான் போய் சாப்பிடலாம்னு நாங்க. ഇതാണ് കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു വെച്ച നാട്ടിലെ അടുത്ത പ്രശ്നം, കല്യാണ ശാപം. കല്യാണ ശാപം അടിച്ചത് നിശ്ചയിച്ചുറപ്പിച്ച എല്ലാ കല്യാണങ്ങളും മുടങ്ങാൻ തുടങ്ങി. அவர் எது வேணாம்னு சொல்லிட்டு போறாரு, சாபமா ஆயிடுதுன்னு நினைக்கிறேன். അപ്പൊ ഇവർക്ക് അടുത്ത കല്യാണം പണിയാണ്. ഇന്നലെ വരെ പയർ പോലെ നടന്നിരുന്ന മനുഷ്യനാ, പെട്ടെന്നായിരുന്നല്ലോ മരണം. എന്താ ഇപ്പൊ പറ്റിയത്? ഒന്നും പറയണ്ട. അന്തിക്കോടുള്ള മൂത്ത മകളുടെ വീട്ടിൽ വിരുന്ന് പാർക്കാൻ പോയത. അവിടെ വെച്ച് കാണാതായ പേരക്കുട്ടിയെ തപ്പി കുളത്തിലിറങ്ങി. എന്നിട്ട് ഏഴക്കരപ്പുറത്തെ വീട് ഉണ്ടായിരുന്നു, തല തെറിച്ചത്. ഇനിയിപ്പോ ആ കല്യാണം എങ്ങനെ നടത്താൻ പറ്റുക? ബാപ്പയല്ലേ മരിച്ചത്. ഈ ആഴ്ച മുടങ്ങുന്ന രണ്ടാമത്തെ കല്യാണമായിരുന്നു. ആദ്യത്തേതാ? കുഞ്ഞിരാമന്റെ, നമ്മുടെ വാസുവിന്റെ അനന്തരവൻ ദുബായ് കുഞ്ഞിരാമനെ. ഓ, അത് പിന്നെ ഓന്റെ അഹമ്മതി കൊണ്ട് മടങ്ങിയതാണല്ലോ. ഓരോരോ ദുൽമുണ്ടാക്കാൻ ഈ നാട്ടിൽ തലതെറിച്ചങ്ങൾ കുറെ ഉണ്ടല്ലോ. ആ എത്തിയല്ലോ. മാറിക്ക് വാസരനെ കണ്ടില്ലേ, ഒന്ന് ബഹുമാനിച്ചൂടെ? ഇവരെ ബോഡി വന്നോ? പറഞ്ഞു നാക്കെടുത്തിട്ടില്ല, 100 ആയിസ. 100 പൈസ. പണ്ട് നമ്മള് സ്കൂളിൽ പോയിരുന്ന കാലത്ത് മൂപ്പര് മുമ്പിൽ അണ്ടി ഓർക്കാൻ പോകുമ്പോ മൂപ്പര് മുണ്ട് നോക്കി കാണിച്ചു തരും. പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു. അതല്ലേ അങ്ങനെ നല്ല മനസ്സിന് ദൈവം നേരത്തെ വിളിക്കും. അതൊക്കെ വെറുതെ പറയാ. അങ്ങനെ ഇന്നും ഗാന്ധിനൊക്കെ പ്രസവത്തിലേ മരിപ്പിക്കല്ലേ. കുപ്പി കൊണ്ടുവന്നു കേട്ടു, സ്വീകരണം കിട്ടിയെന്ന് കേട്ടു. വെറും കുപ്പിയല്ല, സൽസ കുപ്പിയാ കൊണ്ടുവന്നേ. പറയട്ടെ, ഇപ്പൊ താളെങ്ങനെങ്കിലും അറിയിക്കാൻ സൽസമുക്ക്. 4 ആളെ കണ്ട വായിൽ വിടൽസ് മാത്രം വരുന്ന വാസുവിന്റെ സൽസ കഥ അടുത്ത കഥ ആൾക്കാരറിഞ്ഞു. ആ അറിഞ്ഞവരുടെ കൂട്ടത്തില് വാസുവിന്റെ മകള് തങ്കമണിയെ കെട്ടാനിരുന്ന ചെക്കന്റെ വീട്ടുകാരുണ്ടായിരുന്നു. അതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ തങ്കമണി വീണ്ടും തുറന്നു ആഭരണപ്പെട്ടി. இவங்களதான் என்ன காட்டவே இல்ல. விளையாண்டுருக்கியா நீ? അനങ്ങിന്നേ ഞാൻ കണ്ട അനങ്ങിയൊന്നുമില്ല. ഇത് കള്ളക്കളിയാ. അന്റെ പാപ്പാനെ പോലെ നീ കള്ളക്കളിയാ. നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുക, എന്റെ യൂണിഫോം അടിച്ച എന്താ ചൂനേട്ടാ നിങ്ങൾ ഇങ്ങനെ മയമില്ല സംസാരിക്കുന്നത്? എന്തേ നിങ്ങൾ അടിക്കാൻ തുണി എന്നിട്ട് 1 മാസമില്ലായിരുന്നു. ഞങ്ങൾ ഈ ടൈലർമാർക്ക് തുണിപ്പിച്ച് 1 മാസമെങ്കിലും കടയിൽ ഇങ്ങനെ ഇരുന്ന് കാണണം. എന്നാലേ അടിക്കാൻ ഇൻട്രസ്റ്റ് വരൂ. ഒന്ന് പൊട്ടിച്ചിട്ട് ഷർട്ട് അടിപ്പിക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല. നാളെ എന്റെ പെങ്ങളെ കല്യാണ നിശ്ചയമായിപ്പോയി. സ്വാതന്ത്ര്യ ദിനത്തിൽ അന്ന് പരേഡിനിടേണ്ട യൂണിഫോമാ. അന്ന് രാവിലെ ഞാൻ വരും. അപ്പൊ നീ ഇതുപോലെ ടൈലർമാരെ സ്വഭാവം കാണിച്ചോണ്ടല്ല, ഞാൻ തനി പോലീസുകാർ സ്വഭാവം കാണിക്കും. വാർഡന്റെ 23 അല്ലേ? അപ്പോഴേക്കും 23 ഇവിടെ 15-ാം തീയതി. இன்னைக்கு இண்டிபெண்டன்ஸ் டே. இப்போ ஆமா, what a coincidence. ബാസ് കേട്ടാ, 2 വിടൽസ് എടുക്കാണ്ടോ? இவருக்கு தெரியும்ல, எதர்ச்சியா தான் அது உள்ள வந்துச்சு. அவங்க மம்மி. ചേട്ടാ, ഈ ചോലിന് എന്താ വില? 10 രൂപ. എവിടെന്നാ സുമതിയെ എല്ലാരും കൂടെ?
ഇന്ന് കുഞ്ഞിരാമന്റെ കല്യാണം നിശ്ചയല്ലായിരുന്നോ? നമ്മുടെ കോൺസ്റ്റബിൾ സുഗണന്റെ പെങ്ങൾ രേഷ്മയായിട്ട്. ഇവിടെ ആരോ പറയുന്ന കേട്ടു, ഞാൻ വിചാരിച്ചു ക്ഷണിക്കുമെന്ന്. ഓ, അങ്ങനെ അധികം ആരും ഒന്നും ക്ഷണിച്ചില്ല. കുഞ്ഞിരാമൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലേ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത കൊല്ലം അവന് ലീവിന് വരുമ്പോ കല്യാണം നടത്തും. പിന്നെ പഴയൊരു വെല്ലുവിളിയുടെ കാര്യത്തില് ഇതോടെ ഒരു തീരുമാനമായിട്ടുണ്ടാവും. അല്ലേ പെർമേട്ട? പിന്നെ ഓ, അതങ്ങ് കേട്ടാ മതി. ചൂലു വേണ്ട. സാരമില്ല വാസട്ടോ, നിങ്ങളൊരു കഥ പറഞ്ഞാ ഈ വിഷമല്ല മാറും. എണീറ്റ് പോടാ അവിടുന്ന്. എടാ ഇങ്ങോട്ട് വാടാ. ചാടല്ലേ ലാലു, ഇങ്ങോട്ട് വാ. ചാടല്ലേ മോനെ. ഇല്ല, ഞാൻ ചാടും. രേഷ്മ കുഞ്ഞിനെ കിട്ടുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. இவன் தான் அவங்க ஃபாலோ பண்ணிட்டு இருந்தான். ஓ ஆமா அந்த பொட்டு வச்சிட்டு இருந்தாங்களே. നീ കുടുങ്ങും മോനെ. നീ ഇല്ലെങ്കിൽ കുട്ടാടില്ലടാ. കടുങ്ങ യൂണി ചെയ്യലടാ മോനെ ലാലു. രേഷ്മയുടെ കൂടെ രണ്ടാ. അടുത്തേക്കൊന്നും ഇപ്പൊ ചാടും. എന്നാ പോയി ചാടും. ആ രേഷ്മ നിനക്ക് നിന്റെ കുട്ടേനേക്കാളും വലുതാ, ഇപ്പൊ ചാടാ. കുട്ടേട്ടാ, എടാ നീന്തൽ അറിയാവുന്ന നീ കുളത്ത് ചാടി എങ്ങനെ ആത്മഹത്യയാണ്? അത് ശരിയാണല്ലോ. ഒരെണ്ണം നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിശ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണത്തിന് 1 കൊല്ലം സമയമുണ്ട്. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നീ ദൈവമായിട്ട് പ്രേമിക്കടാ. അവൾ നിരക്കൊള്ളാറാ. കുട്ടേട്ടൻ കൂട്ടുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. രേഷ്മയെ വിളയ്ക്കാൻ നീ ആദ്യം അവളുടെ ആങ്ങളെ കയ്യിലെടുക്കണം. സുഗുണൻ അതെങ്ങനെ? സുഗുണൻ ഒരു ഷർട്ട് അടിക്കാൻ തന്നിട്ടുണ്ട്. നിന്റെ കഴിവ് തെളിയിക്കാൻ ദയവായി കൊണ്ടുവന്ന ഒരു അവസരം. കേരള പോലീസ് ഇന്നേ വരെ കണ്ടിട്ടില്ല അതൊരു യൂണിഫോം അടിക്കണം. കളറ് മാറ്റി അടിക്കേണ്ടി വരും. അത് വെച്ച് നമ്മൾ അയാളെ വീഴ്ത്തും. പിന്നെ പരിപാടി എളുപ്പല്ലേ. കുട്ടേട്ടാ, ഞാൻ കൊണ്ടുവന്ന കുട്ടിക്ക് ഞാൻ കുട്ടേട്ടെന്ന് പേര്. നീ എന്ത് വേണേലും ഇട്. ആദ്യം ചെയ്യും. നാളെയാണ് സ്വാതന്ത്ര്യ ദിനം. இவரு கொடுக்க போறாரு. നീ എന്തിനാടാ ചെക്കനെ വെറുതെ ഇട്ട് മൂപ്പിക്കണത്? ബീര നല്ല 4 പെട കിട്ടിയ ആരാളും നന്നാവും. ആ പെട ഒരു പോലീസുകാരുടെ കൈനൂടാകുമ്പം ശരിക്കും നന്നാവും. പ്രേമം മൂത്തി ഏവം വല്ല മണ്ടത്തരം ഒപ്പിച്ചു വെച്ചാ ആ പാവം കുഞ്ഞിരാമേട്ടന്റെ ഈ കല്യാണം മുടങ്ങുന്ന എന്റെ പേടി. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. Isma. ഇരിക്കട്ടെ. ഇതോടെ വെച്ചോ. ശരി. இவர் யாரு ஊருக்குள்ள இப்படி சுத்திட்டு இருக்காரு? என்ன பாட்டு இது? ഒരു ബ്ലൗസ് തിന്നണം. ഇതാ തുണി, അളവെടുക്കണം. நீ எப்ப ஓடிட்டு இருக்கு? ഇനിയിപ്പോ നമ്മള് ജാക്കറ്റ് വെച്ച് ഞാനിതിൽ വളരെയധികം വ്യാകുലനാണ്. എന്താണ് ഓ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടായിരുന്നു. ഇവന്റെ ഒക്കെ ഒരു ചെലപ്പ്. யாரா நீ கொடிய தீட்டு போயிட்டு இருக்க? സുഗുണേട്ടാ, നമസ്കാരം. ഭീകര സോനനല്ലേ? ഓ, ഇന്ന് പോയില്ലേ? അത് പറഞ്ഞു വിട്ടാ. കുട്ടാ കഴിഞ്ഞില്ലേ? സുഗുണേട്ടാ, ഞാൻ എത്ര നേരം നിങ്ങളെ കാത്തിക്കണേ. അപ്പൊ എന്റെ വിരട്ടലിന് ഗുണമുണ്ടായല്ലേ? നിന്റെ സഹായം എവിടെ? എന്ത് സഹായം? എല്ലാ കാര്യം ഞാൻ ഒറ്റയ്ക്ക് എന്നെ ചെയ്യാറ്. എന്ത് പോക്കാ സുഗുണേട്ടാ, ഒന്നിട്ട് നോക്ക്. ഞാൻ അവിടെ പോയിട്ട് നോക്കാം. പോരാ, ഇവിടെ നിന്നിട്ട് നോക്കുന്ന അതിന്റെ ഒരു ഭംഗി. എവിടെ ചെന്നിട്ടാലെന്താ? സാധനം ഒന്നുമില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് അടിച്ചല്ലേ സൂനേട്ടാ, അത് ഈ ശരീരത്തിൽ കിടക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. ഒന്നിട്. അടി വാങ്ങാൻ പോറാറിങ്ങ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് സഖാവ് വെള്ളക്കൊണ്ടിൽ ദിനേശൻ. വെള്ളക്കുന്നിലോ? ഇവനോ? 26. സുനന്റെ സോന.
அவர் அங்க போய் போடுறது கேட்டீங்களா அவருக்கு? പാവപ്പെട്ട അധ്വാന വർഗത്തിന്റെ നെഞ്ചില് നിയമപാലകർ പൊങ്കാലയിടുന്ന അതിദാരുണമായ രംഗങ്ങളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പേരാ സംഭവം? നല്ല 4 പെട കിട്ടിയ ആരായാലും നന്നാവും. അതൊരു அவரு நினைச்சிட்டு இருக்காரு. ആവുമ്പോ ശരിക്കും നന്നാവും. അത് ശരിയാ. ஐ லவ் யூ நடிச்சுக்கிட்டு இருக்கான்ப்பா. அவருக்கு ஒரு கீழே ரேஷ்மா பேர் இருக்குன்னு நினைக்கிறேன். இந்த வாயில இருந்து போக போகுது. വർഷാവർഷം നടത്തിവരാറുള്ള പരീക്ഷാ മഹാമഹത്തിൽ ലാലു വീണ്ടും തോറ്റതായി സർക്കാർ പ്രഖ്യാപിച്ചു. ഒരു വർഷം കൂടെ കടന്നുപോയി. ദേശത്ത് തങ്കമണിയുടെ മാത്രമല്ല എല്ലാ കല്യാണങ്ങളും മുടങ്ങി. ஐயோ മുടങ്ങാൻ ലോകത്തില്ലാത്ത കുറെ കാരണങ്ങളും ദേശത്തുണ്ടായി. அவரு வந்தாதான் സൽസ കുടിക്കാൻ പണ്ട് കുടിയന്മാർ മാത്രമാണ് കാത്തിരുന്നതെങ്കിൽ ഇപ്പൊ കല്യാണ സദ്യ കഴിക്കാൻ ദേശക്കാര് മൊത്തം കാത്തിരിക്കും. அவரு கல்யாணம் பண்ணி வச்சிருங்க. ഈ സമയത്താണ് வந்துட்டாரு. ഉണ്ടാക്കി വെച്ച കുഞ്ഞിരാമൻ വീണ്ടും ലീവിന് വരുന്നത്. அவரு என்னப்பா வராரு போறாரு. കുഞ്ഞിരാമല്ലേ? ரேஷ்மாவுக்கு இது பண்ணியிருக்காங்களா, அதனால டென்ஷனா வராரு. കുട്ടേട്ട ഞാൻ രാവിലെ മീൻകറി ഇട്ടിട്ട് വന്ന് അമ്പലത്തേക്ക് പ്രശ്നമാവോ? ഞാൻ 2 ദിവസം കൂട്ടിയിട്ട് ഒന്നുമില്ല. ലാലു ദുബായിൽ ഇതുപോലത്തെ ഒരു ഡാൻസ് ഉണ്ട്. ഇതുപോലെ എന്താ ഡൽഹി ഡാൻസ്. ഞാൻ ഷെയ്ക്കിന്റെ ഇടക്കിടക്ക് പോകുന്നുണ്ട്. പിന്നെ രേഷ്മനെ ഞാൻ പണ്ടിപ്പോ കണ്ടതാണ്. പിന്നെ കല്യാണം അറിയുന്ന സമയത്ത് മറ്റേ ഫോട്ടോ അയച്ചെന്നല്ലോ, അത് കണ്ടിട്ട് ഞാൻ സമ്മതിച്ചേ. ഇവളെ ഫോട്ടോത്തിൽ കാണാൻ ഇതിലും ഭംഗിയുണ്ടല്ലോ. അതിപ്പോ ഫോട്ടോയിൽ അന്നെ വിളിപ്പിച്ചൂടെ? കമ്പ്യൂട്ടറൊക്കെ ഇല്ലടോ. ഒരു ഗൾഫുകാരന്റെ സെറ്റ് പോയി അത്ര പോരാ. ഇനി പറഞ്ഞ കാര്യമില്ല. നല്ല എന്റെ കണ്ടെത്തലല്ലേ. നല്ല കുട്ടിയോ, തെറ്റുണ്ടാവൂല. എന്നിട്ടാ ഞാൻ പോയിട്ട് അവളോടൊന്ന് സംസാരിച്ചിട്ടെ. ഈ ഒരുത്തിനോട് സംസാരിച്ചതിന്റെ അനുഭവം മറന്നിട്ടില്ലല്ലോ. എന്നാ കല്യാണം കഴിഞ്ഞിട്ട് സംസാരിച്ചാ മതി. കല്യാണം കഴിഞ്ഞോളാം എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? ആ പോവാ. കുട്ടേട്ടൻ നോക്കിക്കോ, ഈ കല്യാണം നടക്കില്ല. ഞാൻ നടത്തിക്കില്ല. നിനക്ക് കുഞ്ഞിരാമന്റെ ഞാൻ വാങ്ങിച്ചു തരുവടാ. വിട്ടുകൊടുക്കരുതില്ലാലു. പോരാടണം. അവസാന നിമിഷം വരെ പോരാടണം. രേഷ്മ നിന്റെ அஜு வர்கீஸும் இப்ப குஞ்சரமனோட வைஃபா இருந்தவங்க தானே. ஐ மீன் ஃபர்ஸ்ட் பார்த்த பொண்ணு தானே வந்து இந்த படத்துல ஆடுல பாரு. കഴിഞ്ഞ ഒരു ஆமா. ഒരു കല്യാണം പോലും ഇവിടെ നടന്നിട്ടില്ല. എന്താ താലി എവിടെയെങ്കിലും വീണ് പൊട്ടോ? ഇങ്ങനെയൊക്കെ ഇത് താങ്ക് യു. ഇങ്ങനെയൊക്കെ ഇത് എന്തിന്റെ കേടാ പരമായിട്ടാ? കഴിഞ്ഞ വല്ലൊരു സൽസാ ഷാപ്പായിരുന്നു. ഞാൻ വെള്ളം അടിച്ച് റോട്ടിക്കാ കടന്നുണ്ടാ എന്റെ കല്യാണം നടക്കാണ്ടിരുന്നത്. ഇപ്പോഴും ഓരോന്നും കൊണ്ട് ഇറങ്ങിക്കോളും ആൾക്കാരെ പറ്റിക്കാൻ. നാട്ടിലെല്ലാരും കണക്കാ. നാട്ടുകാര് വെറുതെ പറയുന്നതല്ല കുഞ്ഞിരാമ. ഈ നാട്ടിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ എന്റെ മോള് മല്ലികയുടെ കല്യാണം പോലും ശരിയാവുന്നില്ലല്ലോ. എന്റെ കല്യാണം മുടങ്ങിയതിന് ശേഷം ഈ ദേശക്കാർക്ക് ആർക്കും കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ഓഹോ അങ്ങനെയാ? എങ്കിൽ ഈ കുഞ്ഞിരാമൻ തന്നെ കല്യാണം കഴിച്ച് അതിനൊരു മാറ്റം കൊണ്ടുവരും. ശരി, നടക്കട്ടെ. പിന്നെ ഇപ്രാവശ്യം ഉണ്ടാവൂലേ എന്ത് സൽസ? കുഞ്ഞിരാമ ഈ കല്യാണം വിളിച്ചില്ല. നിങ്ങൾ ഈ കല്യാണത്തിന് വരണ്ട. ആഖങ്കാരി, നിന്റെ ഈ കല്യാണവും മുടങ്ങൂടാ. കുളിക്കയാണതിരാവിലെ നീ വിഷമിക്കാരിടാ. കുട്ടേട്ടൻ പറഞ്ഞ ഞാൻ വേണമെങ്കിൽ വിഷമിക്കാതിരിക്കും. പക്ഷെ എന്റെ പ്രേമത്തിന് വേണ്ടി സുഗുണന്റെ കുട്ടേട്ടൻ വാങ്ങിയ തല്ല് അത് ഞാൻ മറക്കണോ? കുട്ടേട്ടനെ മറക്കാൻ പറ്റുമോ? ഒരു ഷർട്ട് അടിച്ച് ബ്ലൗസ് ആക്കിനി ഇങ്ങനെ തല്ലണ്ട ആവശ്യമൊന്നുമില്ല. ആന്ന് പോലീസുകാരച്ച ഇവർക്കൊക്കെ എന്ത് തോന്നിയാസം കാണിക്കാന്ന്. ആടോ ഇസ്തിരിപ്പെട്ടിയൊക്കെ എടുത്ത് അടിച്ചൂലേ? ആന്ന് സഹിക്കാൻ പറ്റണ്ടേ. ഞാനൊക്കെ മാറി ഇന്ന് കരയേന്. അതിനോട് പിടിച്ചു മാറ്റാൻ പോലും പറ്റിയില്ല.
എനിക്ക് പ്രതികാരം ചെയ്യണം. എന്നെ തച്ച സുഗുണനോട് എനിക്ക് ഇന്ന് തന്നെ പ്രതികാരം ചെയ്യണം. ഞാൻ ഉണ്ടോ എന്റെ പേരോ മരിച്ചുപോയ എന്റെ അച്ഛൻ അല്ല അച്ഛൻ വേണ്ട ഈ അച്ഛനാണ് സത്യം. തന്റെ കൂടെ പ്രതികാരം ചെയ്യാൻ ഞാൻ ഉണ്ട്. ഞാനുണ്ടോ? ഉണ്ടോ? എന്ത് പ്രതികാരം ചെയ്യും? കല്യാണത്തിൽ പോയി ഹലാക്കിലെ തീറ്റ തിന്നണം, മുടിപ്പിക്കണം. അല്ലെങ്കിൽ രാവിലെ പോയി പായസച്ചെമ്പ് കട്ടുകൊണ്ട് വരാം. സദ്യക്ക് പായസം വിളമ്പാൻ പറ്റാതെ സുഗുണം നാളും എങ്ങനെയുണ്ട്? തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. അപ്പൊ അനക്ക് ഭക്ഷണം വേണ്ടേ? നാളത്തെ കല്യാണം നമുക്ക് മുടക്കാം. അത് വേണ്ട. കല്യാണം മുടങ്ങിയ സദ്യയും മുടങ്ങും. കല്യാണം മുടക്കാം. നീ പറലാലുവേ. சாப்பிடும் சொல்லி வெயிட் பண்ணிட்டு இருக்காங்க பாங்க. പുറത്തുനിന്ന് പൂട്ടാം. രാവിലെ മുഹൂർത്തത്തിന് മുൻപേ മുറി തുറക്കാൻ പറ്റാതെ കല്യാണം മുടങ്ങണം. അല്ല അത്രയ്ക്കൊക്കെ വേണോ? சும்மாவே முடங்கிட்டு தான் இருக்கு கல்யாணம் அங்க. തല്ലും കിട്ടും. ആര് പോവും? ഞാൻ പോവും. ഞാൻ ഒറ്റയ്ക്ക് പോവും. കല്യാണം ഞാൻ മുടക്കിയിരിക്കും. ലാലു നീ വീട്ടിലേക്ക് വിട്ടോ, ബാക്കി ഞാൻ ഏറ്റു. സുഗുണ അല്ല അപ്പൊ ഈ ശരിക്ക് കല്യാണം മുടക്കാൻ പോവുക? മുറി പൂട്ടിയാണടാ പുല്ലേ കല്യാണം മുടങ്ങുന്നത്. എന്നാലേ ആ മണ്ടൻ ലാലു പറഞ്ഞ ഐഡിയ കൊള്ളാം. കല്യാണ ദിവസം കല്യാണ പെണ്ണിനെ പുറത്തിറക്കാൻ ആ പോലീസുകാരെ മണ്ടം വാതിൽ ഉറക്കാൻ പറ്റാതെ നാട്ടുകാരുടെ മുന്നിൽ നാരി നാണം കിട്ടും. എങ്ങനെയുണ്ട്? എനിക്കത് മതി. ഞാൻ പണ്ടവിടെ ആശേരിപ്പണിക്ക് പോയിരുന്നു. എന്തിന്? 2 സൈഡ് ഓടാമ്പിലിട്ട പഴയ മോഡല് വാതില. അന്ന് താക്കോലി കളഞ്ഞു പോയപ്പോ എടുത്തു വെച്ചത് ഇപ്പൊ വരുത്തിപ്പെട്ട്. താക്കോലില്ലാത്ത പൂട്ടും കൊണ്ടാണോടാ പുല്ലേ മുറി പൂട്ടാൻ പോണത്? ഈ പൂട്ട് തുറക്കാൻ താക്കോല് വേണം, പക്ഷേ ഇത് പൂട്ടാൻ താക്കോല് വേണ്ട. പിരിച്ചിങ്ങനെ ഞെക്കിയാ മതി. പൂട്ട് തുറക്കേണ്ടത് നമ്മളില്ലല്ലോ, സുഗുണനല്ലേ. പിന്നെ സുഗുണനായി സുഗുണന്റെ പൂട്ടായി. പീടിയിൽ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. കുട്ടാ എന്നാ പൂട്ട് പിടി. ഏരിയാണ്. രാത്രി ഒറ്റക്ക് പോവാൻ പേടിയുണ്ടോ? കുറച്ച് നീയൊക്കെ ട്രൗസർ ഇടാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ അവിടെ പാൻസ് ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു. കഞ്ചുട്ടാ നീ അത് ഇവിടെ വെച്ചാ കല്യാണത്തിന് അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിച്ച സ്പ്രേയാ. എന്താണ് കുഞ്ഞിരാമ അന്റെ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്പ്രേ അല്ലേ? അല്ലേ ശശിയെ? എന്നിട്ട് വേണം കല്യാണ പന്തലിൽ കയറുമ്പോ എല്ലാവർക്കും ഒരേ മണമേ. ഫോട്ടോ എങ്ങനെയുണ്ട് കുഞ്ഞിരാമൻ? എന്ത് ഡ്രസ് ഇട്ടാലും ലുക്കല്ലേ? ഇനി കുറച്ചാഴ്ച കുഴപ്പമില്ല. താലി കെട്ടുന്നിട്ട് നിക്കണ്ട കേട്ടാ. കഴിഞ്ഞ കൊല്ലം മേടിച്ച ഷർട്ടും കൊണ്ടുവാ. ഫോട്ടോ നീ ഇപ്പൊ അതിലും പിശിക്ക. അതിനിപ്പോ എന്താ, ഒരേ കല്യാണ ഡ്രസ് 2 പ്രാവശ്യം ഇടാൻ വേണം ഒരു ഭാഗ്യം. അതിപ്പെങ്ങാനും 3 ആവും. കഞ്ചൂട്ടാ നീ ഇവനെ വിളിച്ചിട്ട് വേഗം പോയാ, എന്നിട്ട് ആ ദക്ഷിണ കൊടുക്കാനുള്ള ആൾക്കാരെ സെറ്റാക്കി നിർത്തിയാ കുഞ്ഞിരാമൻ വരുന്നുണ്ട് പറ. ഫോട്ടോ தெரியாது. நிரந்தரம் ரதீஷாவா ஜி போட்டு வரேன். കുഞ്ഞിരാമ കുഞ്ഞിരാമ കുഞ്ഞിരാമനായിട്ട് പോയല്ലോ. ലാലു 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 കുഞ്ഞിരാമന്റെ കല്യാണം മുടങ്ങി. രേഷ്മേൻ നമ്മളെ കുട്ടൻ കെട്ടി. അതേടാ, കുട്ടൻ ബോധമില്ലാണ്ട് മുറി പൂട്ടിയത് അകത്തുനിന്നായിരുന്നു. കുഞ്ഞിരാമ உள்ள போய் பூட்டிட்டு இருக்காரு பாரு. உள்ள போய் பூட்டிட்டாரு. வெளியே போறதான பிளானு. வெளிலேருந்து போட்டா புள்ளது பூட்டிட்டாரு. ஐயோ இப்ப வேஸ்ட் இல்லாம கட்டில பார்த்தா என்ன ஆகும்? സൂനേട്ടൻ കുട്ടനെ ആദ്യം പൊട്ടിച്ചു, പിന്നെ കെട്ടിച്ചു. ஐயோ அவர் கல்யாணமே நடக்காது போல. കുറെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലൊരു കല്യാണം നടന്നു കണ്ടു. சாபம் முடிஞ்சிருச்சு. മുടങ്ങിയില്ലേ? ഈടോ നിശ്ചയിച്ചുറപ്പിച്ച് ഏതെങ്കിലും ഒരു കല്യാണം അവിടെ നടന്നിട്ടുണ്ടോ? ഇവിടെ എന്താ ശാപമുണ്ട്? അത് ശരിയാ.
കുട്ടേട്ടനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഓഹോ വലത്ത് കല്ലുറപ്പിച്ച് വെച്ചത്. അമ്മ ആകസ്മികമായി ഒരു കല്യാണം കഴിക്കേണ്ടി വന്നു. இவங்க தமிழ் படத்துல நடிச்சிருக்காங்க. மருதுன்னு சொல்லிட்டு ஒரு படம். விஷாலுக்கு பாட்டியார் நடிச்சிருப்பாங்க. செமையா நடிச்சிருப்பாங்க அதுல. ലാലു അണ്ണനുക്കും തമ്പിക്കും അൽവാதான். കല്യാണം കഴിഞ്ഞാലും വിട്ടുകൊടുക്കരുത്. രേഷ്മയെ തന്നെ നീ പ്രേമിക്കണം. ഒരു ദിവസം അവളുടെ കെട്ടിയോനെ ഡൈവേഴ്സ് ചെയ്ത് നിന്റെ കൂടെ ഇറങ്ങി വരും. அது அவர்தான். ലാലു ലാലു എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നീ രേഷ്മയെ കണ്ണുകൊണ്ട് നോക്കരുത് പ്ലീസ്. അവളിപ്പോ നിന്റെ ഏട്ടത്തെ അമ്മയാണ്. പഴയതൊക്കെ നീ മറക്കണം. ഒക്കെ എന്തോ പറ്റിപ്പോയടാ. ഞാൻ എങ്ങനെ ഓർക്കാനോ കൂട്ടണ്ട. രേഷ്മ എന്നെ നെഞ്ചി ഒട്ടിയിരിക്കുക. കുട്ടേട്ടൻ തന്നെയല്ലേ ഫെവിക്കോൾ തേച്ചത്. എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. ലാലു അപ്പൊ കുട്ടാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാ. നീ പരമോട്ടന്റെ മോള് മല്ലികയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ஐயோ ஆரம்பிச்சுட்டாரு. ആയിട്ട് നിന്നെ കാണുമ്പോ നാണവും ഒളിഞ്ഞു നോട്ടവും ரேஷ்மாக்கு சொன்ன அதே பிட்டு. அவன் பாய் വേണ്ടി അവൾ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യവാടാ, മല്ലികയ്ക്ക് ശരിക്കും നീയാ മാച്ച്. നീ നോക്കിക്കേ, അവൾ വളയും നിന്റെ കുട്ടേട്ടനുണ്ട് കൂടെ. 10 செகண்ட்ல மாறிட்டான்பா. அவ்வளவுதான். ദിവ്യ இல்லனா തിരിസാ. ചെക്കന്റെ ഇരിപ്പുണ്ടല്ലേ, തൃപ്തിയാലോ നിങ്ങക്ക്? ഞാൻ എന്ത് കേട്ടീന്നാ? ഈ നശിച്ച നാട്ടുകാരി കാരണമല്ലേ എന്റെ കുഞ്ഞിന്റെ കല്യാണം മുടങ്ങിയത്. നിങ്ങൾക്കുണ്ട് ഉത്തരവാദിത്തം. ഒരു വെല്ലുവിളിയും മണ്ണാങ്കട്ടെ. നിങ്ങൾ ഈ ആങ്ങളെ മങ്ങളും തമ്മിൽ ഈ മത്സരം കാരണേ തൊലയുന്നത് ഇവന്റെ തങ്ങളുടെ ഒക്കെ ജീവിത. അവളുടെ തന്തയുടെ കാര്യം നീ വീട്ടിൽ മിണ്ടി പോകരുത്. ദണ്ണുണ്ടായിട്ട് പറയാം, ഇവനെ ഓളെ കെട്ടേണ്ടിയിരുന്നത്. ഇനിയിപ്പോ ഇതൂടെ കേട്ടാലും തങ്കമണിയുടെ കല്യാണം ഉറപ്പിച്ചു. വരുന്ന 3-ാം തീയതി അമ്പലത്തിൽ വെച്ചിട്ട്. അയ്യോ. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பாடல சந்திப்போம். Bye. பாய்.